SPG ഉദ്യോഗസ്ഥരെ നമുക്ക് പ്രധാനമന്ത്രിയുടെ പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മൊബൈൽ അടക്കമുള്ള സംവിധാനങ്ങൾ പോലും ഉപയോഗിക്കുന്നതിൽ വിലക്കുകളുണ്ട്. സ്വാഭാവികമാണ്. പ്രധാനമന്ത്രിയെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുത്ത് വരുമ്പോൾ അത്തരം റെസ്ട്രിക്ഷൻസ്, നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെ കാണാം മോദിയുടെ തൊട്ടുപിറകിലായി. സമീപത്ത് ഒന്ന് കൃഷ്ണകുമാറാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥി, മറ്റൊന്ന് പൊന്നാനിയിലെ സ്ഥാനാർത്ഥി നിവേദിതയും ഒപ്പമുണ്ട്. വഴിയുടെ ഇരുവശവും പ്രവർത്തകരുടെ വലിയ സാന്നിധ്യമാണ്. മൂന്ന് ദിവസം മുൻപാണ് പ്രധാനമന്ത്രി പത്തനംതിട്ടയിലെത്തി പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തത്. അന്നും ലക്ഷക്കണക്കിന് പ്രവർത്തകരാണ് നരേന്ദ്രമോദിയെ കാണാനായി മാവേലിക്കര, പത്തനംതിട്ട മണ്ഡലങ്ങളിലെ ലക്ഷക്കണക്കിന് പ്രവർത്തകരാണ് അവിടെ തടിച്ചുകൂടിയത്. പത്തനംതിട്ടയിലെ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ റോഡ് ഷോയിലൂടെ വീണ്ടും കേരളത്തിൽ സാന്നിധ്യമാവുകയാണ് നരേന്ദ്രമോദി. സ്ത്രീകളടക്കമുള്ള പ്രവർത്തകരുടെ ആവേശം നമുക്ക് കാണാം. പാലക്കാട് കോട്ട മൈതാനത്ത് എത്തിയ പ്രധാനമന്ത്രി, അതിനുശേഷമാണിപ്പോൾ ഈ റോഡ് ഷോ. ഏതാണ്ട് 1 കിലോമീറ്ററോളം സഞ്ചരിച്ചുകൊണ്ടുള്ള റോഡ് ഷോ നടത്തുന്നത്. അനവധി ആളുകൾ. ആ പ്രവർത്തകരുടെ ആവേശം നമുക്ക് വളരെ കൃത്യമായി കാണും. मोबाइल का तो कह लो ना है पड़ा तो मोबाइल का तो कह लो ना है पड़ा तो